ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം കൂട്ടുകാരിയുടെ കല്യാണത്തിന് വന്നിരിക്കുകയാണ് മലപ്പുറത്ത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് മലബാർ കല്യാണം കൂടാൻ പോകുന്നത്. ശരിക്കും ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ്. ഇവരുടെ ഫുഡ്, ഇവിടുത്തെ ചടങ്ങ്, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം അതൊക്കെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഗൈസ് ഞാനുള്ളത്. അപ്പം ഞാനും ഹിസ്സയും കൂടി രാവിലെ തന്നെ ട്രെയിനിൽ കുറേ നാൾ കൂടിയിട്ടാണ് നിളനെ കാണുന്നത്. ഭയങ്കര നമ്മുടെ ബാക്കി ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ രണ്ടിങ്ങനെ ഇവിടെ നിൽക്കുവാണ്. സോ ഇതാണ് അവരുടെ ഓഡിറ്റോറിയം. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നു. ഇവിടെ ആദ്യമേ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുടിച്ചില്ല. നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് കൂടി വന്നിട്ട് ഒരുമിച്ച് കയറാമെന്ന് വെച്ചു. സോ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഗൈസ്. ഒന്നാമത്തെ കാര്യം ഫുഡ് കഴിക്കുക, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, അതാണ് മെയിനായിട്ടും. അപ്പം മലബാർ കല്യാണം കൂടാൻ ഗൈസ്. അപ്പം ബാ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പം മഴയത്ത് ദാണ്ട നന്ദനയും കീർത്തനയും ഒക്കെ വന്നിറങ്ങി. എല്ലാവരും നല്ല അണ്ണച്ച് കോലങ്ങളായിട്ടാണ് വരുന്നത്, മഴയായതുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ സ്റ്റാർട്ടേഴ്സായിട്ട് ആദ്യം തന്നെ മാംഗോ ജ്യൂസ്, പിന്നെ എന്തൊക്കെയോ ജ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ പൈനാപ്പിൾ ജ്യൂസാണെന്ന് തോന്നുന്നു എടുത്തത്. സോ നമ്മൾ അത് കുടിച്ചു. പിന്നെ എന്താണ് സ്നാക്സായിട്ട് എന്തോ മധുരമുള്ള സാധനം, നഗറ്റ്സ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു. ഒരു സംഭവം കിട്ടി. ഇതെന്ത് സംഭവം എന്ന് അറിയത്തില്ല, നോക്കട്ടെ. എന്താ പറയുന്നത്? നഗറ്റ്സാ, നല്ല സാധനം. നമ്മളെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂട്ടൊക്കെ ഉള്ളത് കൊള്ളാം. ഞാൻ ഇതാദ്യമായിട്ട് കാണുന്നു. അപ്പോൾ ഇതാ നന്ദന വന്നിട്ടുണ്ട്, കീർത്തുണ്ട്, എല്ലാവരും ഉണ്ട്. പെണ്ണ് ഇതുവരെ എത്തിയിട്ടില്ല. സോ നല്ല മഴയാണ് ഇവിടെ ഗൈസ്, നല്ല മഴയാണ്. നമുക്ക് പെണ്ണ് വന്നിട്ട് കാണാം. ചായ ഉണ്ട് ഗൈസ് ഇവിടെ, ചൂട് ചായ, അപ്പുറത്ത് ജ്യൂസ് സെൻ്റർ എല്ലാം ഉണ്ട്. സോ എന്താന്ന് വെച്ചാൽ വാങ്ങി തിന്നാം. പിസ്സ ഇപ്പം 2-3 പ്രാവശ്യമാണ്. ഓക്കെ ഓക്കെ ഗൈസ്. രണ്ടാമതായിട്ട് ഇതെന്തോ ഒരു സ്വീറ്റ് പോലത്തെ സംഭവമുണ്ട്, കഴിച്ചു നോക്കാം ഗൈസ്. ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു സാധനം മധുരമുള്ള അറിയത്തില്ല. കൊള്ളാം, ഭയങ്കര മധുരമുള്ളവർക്ക് ഇഷ്ടപ്പെടുക. ഞങ്ങൾക്ക് മധുരം ലവർ അല്ലാത്തതുകൊണ്ട് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് കയറാം. ബാ പോവാം, ബാ. അവൾ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചിട്ട് നമുക്ക് അകത്ത് പോവാം. ഞാൻ അണ്ണാച്ചി കൊലമായി ട്രെയിനിൽ നിന്നെല്ലാം വന്ന് നമുക്ക് അപ്പം അകത്ത് പോയിട്ട് കാണാമേ. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടെ തന്നെ അവരുടെ പേരൊക്കെ എഴുതി വെച്ചൊരു മിറർ ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കല്യാണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മെയിനായിട്ടും ഫുഡ് അടിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അപ്പോൾ അതാണ്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറി. അപ്പോൾ നമ്മൾ ഒരു റൂമൊക്കെ കിട്ടി. അവിടെ നിന്ന് മുടിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതാണ്ട് നമ്മൾ സെറ്റായിട്ട് നമ്മൾ കല്യാണം കൂടാൻ പോവാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കാണൂല ഗൈസ്. നമ്മുടെ ബ്രൈഡ് എത്തി ഗൈസ്. ഞാൻ നമ്മുടെ റഫ്ലീൻ താത്ത. സുഖല്ലേ? സുഖം. എല്ലാവരും ഫ്രണ്ടിലാണ്. എന്താണ് വിശേഷം? സുഖം തന്നെ. ഇങ്ങനെ നടക്കുന്നു. നല്ല തിരക്കായി ഗൈസ്. നമുക്ക് ഓഡിറ്റോറിയമായിട്ട് ടെൻഷൻ ഉണ്ടോ ഗൈസ്? നല്ല ടെൻഷനിലാണ് കുട്ടി. സുന്ദരിയായിട്ടുണ്ട്. ചെക്കൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാൻ ചെക്കൻ എങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ചെക്കനെ കൊണ്ടുപോയി. നമ്മൾ ഉള്ളിലോട്ട് കയറി. നല്ല വലിയ ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പുറകിൽ ഇങ്ങനെ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ടാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത്.
അങ്ങനെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി ആയിട്ടോ. നല്ല ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേർ നല്ല സൂപ്പറായിട്ട് കളിച്ചു. അങ്ങനെ അവരുടെ എൻട്രി നല്ല പൊളിയായിരുന്നു ഗൈസ്. സോ അതിനുശേഷം ഞങ്ങളിങ്ങനെ വൈബടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചടങ്ങ് എന്താണെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല, നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇവരുടെ എൻട്രിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് എന്താ അടുത്ത പരിപാടി എന്നൊക്കെ ആലോചിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. നല്ല പാട്ടായിരുന്നു കേട്ടോ, പുറകിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളിങ്ങനെ വൈബടിച്ച് ഡാൻസൊക്കെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഇങ്ങനെ എൻട്രി ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്താ പരിപാടി എന്നൊന്നും അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ടാണ് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അവർ സ്റ്റേജിൽ കയറി കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മുടെ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. കുറേ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫർസേനയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് മരത്തക്കല്ലേ മുഞ്ചത്തിപ്പൂവേ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹിന്ദുക്കളിൽ താലി കെട്ടുന്ന പോലെ ഇവിടെ ഇവർക്ക് മെഹർ ഇടുക എന്ന് പറയും. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പം ചെറുക്കൻ്റെ വീട്ടുകാർ അവർക്ക് മെഹർ ഇട്ടു. പിന്നെ ലൈറ്റിൻ്റെ ഷോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവാണ്. കണ്ടാൽ താഴെ കാണുന്നതാണ് ഫുഡ് കഴിക്കാൻ. നല്ല വിശപ്പുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, കളറുണ്ടല്ലോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡ് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണി കേട്ടോ വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ എന്തോ കാട ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇട്ടു. ഞങ്ങൾക്ക് ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അച്ചാർ, സാലഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിക്കുകയാണ്. ഞാനൊക്കെ പണ്ട് മലബാർ കല്യാണം എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് അത് പങ്കെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനൊന്നും പ്രതീക്ഷിതേ ഇല്ല ഇങ്ങനെയൊക്കെയൊന്ന്. നമ്മൾ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. ചിക്കൻ ബിരിയാണി എന്ത് കോഴിയാണോ കാടയാണോ ഒന്നും അറിയില്ല. ഇത് ഞാൻ ചിക്കൻ ബിരിയാണി എടുത്തേക്കുന്നത്, കഴിക്കട്ടെ. അങ്ങനെ ഫുഡ് ഡേ എല്ലാം കഴിഞ്ഞ് വെളി വന്നപ്പോൾ നല്ല ഗ്രീൻ ടീയും കോട്ടൺ ക്യാൻഡിയും പിന്നെ പോപ്കോണും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് വയറ് ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ഫർസേനോട് യാത്ര പറഞ്ഞ് വെളിയിൽ ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ മലബാർ കല്യാണം, കണ്ണൂർ കല്യാണം ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഫർസയ്ക്ക് നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ പതിവ് കാര്യങ്ങളായ ചോറും ചിക്കൻ കറിയൊക്കെ തിന്ന് മനസ്സ് സംതൃപ്തിപ്പെടുത്തിയിട്ട് ഈ വ്ളോഗ് അവസാനിക്കുന്ന ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.